നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം കാത്തിരുന്ന ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബഡ്ജറ്റിൽ നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും അധികം കയ്യടി നേടിയ പ്രഖ്യാപനം ആദായ നികുതി പരിധിയിൽ ഉണ്ടാക്കിയ വർധനവാണ്. ആദായ നികുതി പരിധി 7 ലക്ഷത്തിൽ നിന്നും ഒറ്റയടിക്ക് 12 ലക്ഷമായി ഉയർത്തുകയാണ് ചെയ്തത്. ആദായ നികുതി പരിധിയിൽ വർധന ഉണ്ടാകും എന്ന് തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നതാണ് ബഡ്ജറ്റിന് മുന്നേ തന്നെ. പക്ഷേ അതൊരു 10 ലക്ഷം വരെ എന്ന വിലയിരുത്തലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 12 ലക്ഷം എന്ന പരിധി പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും രാജ്യത്തിന് വലിയൊരു സർപ്രൈസ് നൽകുകയായിരുന്നു ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. എന്നാൽ ഈ ആദായ നികുതി പരിധി എന്നാൽ എന്താണ്? അതായത് വർഷത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനം അനുസരിച്ച് വർഷത്തിൽ 12 ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുന്ന ആളുകൾക്ക് ആദായ നികുതി കൊടുക്കേണ്ടതില്ല. ഇതിന് മുമ്പ് വരെ 7 ലക്ഷമായിരുന്നു പരിധി. എന്നാൽ ചരിത്രത്തിൽ ഇതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടത്? ആദ്യം എത്രയായിരുന്നു പരിധി? ഘട്ടം ഘട്ടമായി എങ്ങനെ ഉയർത്തി? അത് ധനമന്ത്രി അവരുടെ ബഡ്ജറ്റ് സ്പീച്ചിൽ തന്നെ പറയുന്നുണ്ട്. അതായത് 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ ഈ ആദായ നികുതി പരിധി ഘട്ടം ഘട്ടമായി ഉയർത്തി രാജ്യത്തിൻ്റെ മധ്യവർഗത്തിന് ശക്തി നൽകി എന്ന് പറയുന്നുണ്ട്. ഘട്ടം ഘട്ടമായി ഉയർത്തി 2014 2.5 ലക്ഷമായിട്ടാണ് ആദ്യം ഉയർത്തിയത്. പിന്നീട് ഇങ്ങോട്ട് പല ഘട്ടങ്ങളായി ഇപ്പോൾ ഇതാ 12 ലക്ഷം വരെ എത്തിച്ചു. പക്ഷേ 2014 മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്ന് പരിശോധിക്കാം. അതാണ് ഇന്നത്തെ ഓട്ടപ്രദക്ഷിണം. അതായത് രാജ്യം സ്വതന്ത്രമാകുന്നത് 1947 അതിനു മുമ്പ് ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയൊക്കെ പാവങ്ങളുടെ നട്ടല്ലൊടിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും 1949 ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്നൊരു ചിന്ത അല്ലെങ്കിൽ എന്നൊരു കോൺസെപ്റ്റ് ഇന്നത്തെ രീതിയിൽ അല്ലെങ്കിൽ പോലും ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ആദായ നികുതി ഒഴിവാക്കപ്പെട്ട കാറ്റഗറി ഒന്നുമില്ലായിരുന്നു. 1949 പലരിൽ നിന്നും ആദായ നികുതി പിരിക്കാൻ സാധിക്കുന്നവരിൽ നിന്നൊക്കെ ആദായ നികുതി പിരിച്ചിരുന്നു. പക്ഷേ 1974-75 സാമ്പത്തിക വർഷത്തിലാണ് ആദായ നികുതിക്ക് ഒരു പരിധി നിശ്ചയിച്ചത്. ആദ്യമായി പരിധി നിശ്ചയിച്ചത് 1974-75 സാമ്പത്തിക വർഷത്തിലായിരുന്നു. അന്ന് 6000 രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർ ആദായ നികുതി കൊടുക്കണം എന്നായിരുന്നു വ്യവസ്ഥ. പിന്നീട് ഇതിന് മാറ്റം വന്നത് 1985-86 സാമ്പത്തിക വർഷത്തിലാണ്. 18,000 രൂപയായി ആദായ നികുതി പരിധി ഉയർത്തുകയായിരുന്നു. അതായത് ഒരാളുടെ വാർഷിക വരുമാനം 18,000 രൂപയിൽ കൂടുതലാണ് എങ്കിൽ, വാർഷിക വരുമാനമാണ് 18,000 രൂപയിൽ കൂടുതലാണ് എങ്കിൽ അയാൾ ആദായ നികുതി അടയ്ക്കണം. 18,000-ന് താഴെയുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ട. 1992-93 ഇതിൽ വീണ്ടും വർധനവ് വരുത്തുന്നത് 30,000 രൂപയാണ്. 30,000 രൂപയ്ക്ക് മുകളിൽ ആദായ നികുതി കൊടുക്കണമെന്ന വ്യവസ്ഥ വന്നു. ഇത് വീണ്ടും 1994-95 35,000 രൂപയായി ഉയർത്തി. 1997-98 ഈ തുക 40,000 രൂപയായി ഉയർത്തുന്നത്. ഈ തുക 1 ലക്ഷം രൂപയായി ഉയർത്തുന്നത് 2005-2006 സാമ്പത്തിക വർഷത്തിലാണ്. പിന്നീട് ഇത് ഉയർത്തിയത് 2010-2011 സാമ്പത്തിക വർഷത്തിലാണ്. 1.6 ലക്ഷം രൂപ, 1,60,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി വേണ്ട. അതിനുശേഷമുള്ളവർ നികുതി അടയ്ക്കണം. 2012-13 ഏറ്റവും ഒടുവിലായി, അതായത് നരേന്ദ്രമോദിക്ക് മുമ്പ് ഏറ്റവും ഒടുവിലായി ആദായ നികുതി പരിധിയിൽ വർധനവ് വരുത്തിയത്. അത് 1.8 ലക്ഷം രൂപയാണ്. അതായത് 1,80,000 രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇതായിരുന്നു പരിധി, അതായത് 1.8 ലക്ഷം രൂപ. ഇത് പിന്നീട് 2014 2.5 ലക്ഷം, 2,50,000 രൂപയായി ഉയർത്തുന്നു. 2019 5 ലക്ഷം രൂപയായി ഉയർത്തുന്നു. 2023 അത് 7 ലക്ഷം രൂപയായി ഉയർത്തുന്നു. ഇപ്പോഴിതാ 2025 12 ലക്ഷമായി ഉയർത്തിയിരിക്കുന്നു. 6,000 രൂപയിൽ തുടങ്ങി നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ ആ ക്യാപ്പ് 1,80,000 മാത്രമായിരുന്നു. അവിടെ നിന്നാണ് 12 ലക്ഷത്തിലേക്ക് ആദായ നികുതി പരിധി ഉയരുന്നത്. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ രാജ്യം നേടിയ സാമ്പത്തിക വളർച്ചയെ കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.